എടവിലങ്ങ് കാര ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം രൂപം കൊണ്ട നാൾ മുതൽ കേരളത്തിലെ വിശേഷിച്ചും ഇടതുപക്ഷ ഗവൺമെന്റുകൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ ഊന്നൽ ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കേരളം ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ മുന്നേ നടക്കുക മാത്രമല്ല, ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ ഐക്യനാടിനേക്കാൾ പുറകിലാണ് നമ്മുടെ നാട് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. E.T. ടൈസൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30.80 ലക്ഷം രൂപയും NHM ഫണ്ട് 7 ലക്ഷം രൂപയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ 3.51 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പുതിയ ജനകീയാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11, 12, 13 വാർഡുകളിലെ മെഡിക്കൽ സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങളാണ് ഈ ജനകീയാരോഗ്യ കേന്ദ്രം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, പ്രോജക്ട് ഡയറക്ടർ കോസ്റ്റ് ഫോർഡ് തൃശൂർ PB സരിത പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുഗത ശശിധരൻ, KS ജയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിജാലിൽ, മതിലകം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അഫ്സൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, MR കൈലാസൻ, ബ്ലോക്ക് മെമ്പർമാരായ ശോഭന ചാർങ്ങധരൻ, മോനിഷ ലിജിൻ, DMO ഡോക്ടർ ശ്രീദേവി, DPM ഡോക്ടർ സജീവ് കുമാർ, വാർഡ് മെമ്പർമാരായ ഗിരീഷ് കുമാർ, ജോസ്മി ടൈറ്റസ്, സുബി പ്രമോദ്, സുരഭി സുമൻ, ആശ ലത, KK മോഹനൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി എന്നിവർ സംസാരിച്ചു.